ഹലോ നമസ്കാരം. സച്ചിയുടെയും രവതിയുടെയും ഏറ്റവും പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് ആ ഒരു ആധാരത്തിൻ്റെ മുകളിൽ തന്നെ കുറേ പണം പലിശയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പലിശയ്ക്ക് എടുത്തിട്ട് ശ്രുതിക്ക് സ്വർണ്ണവും സാരിയും ഒക്കെ വാങ്ങുകയാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്രുതിയും അതുപോലെ തന്നെ നമ്മളെ ശ്രുതിയും പിന്നെ ഭാമയും അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരി അവരൊക്കെ കൂടി ഇരുന്നിട്ട് സാരി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയൊക്കെയാണ്, അതുമാത്രമല്ല നല്ല വിലയുള്ള സാരിയാണ് കേട്ടോ. പിന്നെ സ്വർണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന സമയത്ത് രേവതി അവിടെ നിന്നിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിനെ ഇവർ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ രേവതിക്ക് ഈ സാരി ഒന്നും കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഭാമയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്, മീരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശ്രുതിനോട് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നടന്ന് വായോ അമ്മ ഒന്ന് കാണട്ടെ മോളെ എന്നൊക്കെ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഭംഗിന് മോളെ കാണാനായിട്ട് ഈ ഒരു സാരി ഉടുത്തിട്ട് എന്നൊക്കെ പറയണ്ട. അതല്ലെങ്കിലും ആദ്യത്തുള്ള കുടുംബത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അതാ ചില ആൾക്കാർ പട്ട് സാരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. രേവതിനെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഈ സാരിയൊക്കെ രേവതിക്കൊന്നും കാണിച്ചു കൊടുക്കാണ്ടാവുമ്പോൾ ഭാമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോൾക്കും കൂടെ കാണിച്ചു, രേവതി മോൾക്കും കൂടെ കാണിച്ചു കൊടുത്തൂടെ ചന്ദ്രേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അതെ, അവളുടെ രാശി ശരിയല്ല. അതിനിപ്പോൾ എല്ലാവരും നോക്കുന്നത് പോലെയല്ല. ചില ആൾക്കാർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ വരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അതായത് നമ്മൾ രേവതി കണ്ണിടും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാണ്ട് രേവതിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏട്ടത്തിക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമേന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, അതൊന്നും നോക്കൊന്നും വേണ്ട അവളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതിനെ വിളിക്കുന്നുണ്ട്. അതെ, നീ എന്തെടുക്കുക അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല, പച്ചക്കറി അരിനെ കണ്ടില്ല എന്ന് ചോദിക്കാം. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. അങ്ങനെ രേവതിനെ കൊണ്ട് കാപ്പിയൊക്കെ എടുപ്പിക്കും കേട്ടോ. അപ്പോൾ കാപ്പി എടുപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം രേവതിയോട് സാരി മടക്കാൻ പറയാണ് കേട്ടോ. ഒരു തല ചന്ദ്രമതി പിടിച്ചിട്ട് ബാക്കിയുള്ള ഒരു തല പിടിച്ചിട്ട് നീ ഇതൊന്ന് നന്നായിട്ടൊന്ന് മടക്കിയെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലായി സാരി മടക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രേവതിയുടെ കയ്യിൽ നിന്ന് സാരി ഇങ്ങനെ താഴെ വഴിക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് വീഴുന്നുണ്ട്. അപ്പോൾ രേവതിന് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. കാപ്പിയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, മര്യാദയ്ക്ക് നോക്കി മടക്കി കൊടുക്കും, ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മുന്നിൽ വെച്ചിട്ട് വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ ശരിക്കും ഭാമയ്ക്കും മീരയ്ക്കൊക്കെ വിഷമാവുന്നുണ്ട് കേട്ടോ രേവതിന് ഇങ്ങനെ വഴക്കൊക്കെ പറയണത് കേൾക്കുമ്പോൾ. എൻ്റെ സാരിയൊക്കെ മടക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഈ സമയത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ഈ സാരിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ അതിൻ്റെ വിലയൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. ഇത്രയധികം പൈസയുടെ സാരി എങ്ങനെ എടുത്തുനിന്ന് ഇങ്ങനെ രവീന്ദ്രൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയൊക്കെ അവിടെ നിന്ന് പോയതിന് ശേഷം ഭാമൊക്കെ പോയതിന് ശേഷം ചോദിക്കുന്നുണ്ട് ചന്ദ്രനോട്, നീ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ സാരിയും സാധനങ്ങളൊക്കെ എവിടെ നിന്ന് എടുത്തു, നിനക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട് ചന്ദ്ര. എന്നിട്ട് പിന്നെ നുണ പറയാണ്, ഭാമ എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ച് തന്നതാണെന്നൊക്കെ പറയും കേട്ടോ. ഇത്രയധികം പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുക്കണ്ടേടി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അവർ ഈ സാരിയൊക്കെ നോക്കി അവർ പോയതിന് ശേഷം ശ്രുതിയൊക്കെ പോയതിന് ശേഷം നമ്മൾ സച്ചി വരികയാണ് കേട്ടോ. അപ്പോൾ സച്ചി വന്നിട്ട് ഇങ്ങനെ ഈ സാരിയൊക്കെ മടക്കി വെച്ചിരുന്ന സാരിയാണ്. സച്ചി വന്നിട്ട് അതൊക്കെ മടക്കൊക്കെ നിർത്തിയിടുന്നുണ്ട് കേട്ടോ. എടാ അതെന്തിനാണ് നീ എടുക്കണത്, അത് സാരിയാണ്, നീ എന്തിനാ അതൊക്കെ നോക്കുന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. പക്ഷെ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സാരിയൊക്കെ ഇങ്ങനെ സാരിയൊക്കെ മടക്കി വെച്ചത് നീർത്തിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സ്വർണ്ണപ്പെട്ടിയും അതൊക്കെ തുറന്നു നോക്കിയിട്ട് കുറേയൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ടല്ലോ. രേവതിക്ക് എവിടെ സാരി എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ചോദിക്കും, രേവതിക്ക് എന്തിനു സാരി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് അവളും ഇല്ലേ, അപ്പോൾ അവൾക്കും വേണ്ടി സാരിയും സ്വർണ്ണമൊക്കെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊക്കെ ഒരു പ്രാവശ്യം എടുത്തതല്ലേ സാരി സ്വർണ്ണമൊക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇനി എടുക്കാനുള്ളത്? അവൾക്ക് എടുത്ത സ്വർണ്ണവും സാരിയും ഒക്കെ നിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്നുണ്ടാക്കിയ കാശ് കൊണ്ടല്ലേ എടുത്തിട്ടുള്ളത്, അത്രയും മതി, അത് മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അതുപോരാ, അവൾക്ക് ഇവൻ്റെ കല്യാണത്തിന് നല്ല സാരിയും ഉടുക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഇവൾക്കൊരു സാരി വേണം, അതുപോലെ തന്നെ സ്വർണ്ണമൊക്കെ വേണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മിണ്ടാണ്ട് സച്ചി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊന്നും ശരിയാവില്ല അച്ഛാ, രേവതിക്കും കൂടെ വേണമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. രേവതിയുടെ ഒരു കാര്യം സച്ചിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഓർമ്മയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയേ ഇല്ലില്ല, രേവതിക്കൊന്നും സാരി എടുക്കാൻ പറ്റൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി പറയേ അതൊന്നും ശരിയാവില്ല, ഉറപ്പായിട്ടും രേവതിക്ക് സാരി സ്വർണം വേണം എന്ന് തന്നെ പറയാൻ കേട്ടോ. അങ്ങനെ സച്ചി ഇങ്ങനെ ആ ഒരു കാര്യം പറയുമ്പോൾ രേവതി ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രേവതി സച്ചി ചോദിക്കുന്ന രേവതിയോട് എന്തിനാണ് താങ്ക്സ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അതല്ല, എന്നാലും എനിക്ക് സാരി വേണം എന്നൊക്കെ ഓർത്ത് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ സാരി കല്യാണത്തിന് സാരി എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രേവതിയും സച്ചിയും തമ്മിൽ നല്ലൊരു സ്നേഹമൊക്കെ ആയി വരികയാണ് കേട്ടോ. വെളുപ്പിനായിട്ട് നമ്മൾ സച്ചി വിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ
അടുക്കളയിൽ വന്നിട്ട് ചായ ഒക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല ഭാഗങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ സച്ചിനെ രേവതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.